സംസ്ഥാനത്ത് ചൂട് കടുത്തതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിൽ. പ്രതിദിന ഉപഭോഗം 117.15 ദശലക്ഷം യൂണിറ്റ്. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഉണ്ടാകില്ലെന്ന് വൈദ്യുതി മന്ത്രി. കൊടും ചൂട് മെയ് പകുതി വരെ തുടരും. ശമനം ലഭിക്കുക ജൂൺ ആദ്യവാരം. കാലവർഷം എത്തുന്നതോടെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. വയനാട് ടൗൺഷിപ്പിൽ വിള്ളൽ പരിശോധന നടത്തിയ മന്ത്രി കെ രാജനെ പരിഹസിച്ച് ചാണ്ടി ഉമ്മൻ. മന്ത്രിയുടെ രൂപത്തിൽ തൃശൂരിൽ നിന്ന് പണിക്കാരനെ കിട്ടിയെന്ന് പരാമർശം. മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിൻ്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. കെ രാജന്റെ വിള്ളൽ പരിശോധന നാടകമെന്ന് പ്രതിപക്ഷ നേതാവ്. വിള്ളൽ എന്നത് പച്ചക്കള്ളമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രി തർക്കത്തിൽ കെ സുധാകരനോടുള്ള അതൃപ്തി പരസ്യമാക്കി കെ മുരളീധരൻ. ഖാർഗെയുമായുള്ള ചർച്ചയിലെ വിവരങ്ങൾ പുറത്തു പറഞ്ഞത് തെറ്റ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ടേം വ്യവസ്ഥ ഉണ്ടാകില്ലെന്ന് വെളിപ്പെടുത്തൽ. 24 മണിക്കൂറിൽ തീരുമാനമെടുക്കണമെന്ന് നിർബന്ധമില്ലെന്നും മുരളീധരൻ. അല്ല, കോൺഗ്രസ് പ്രസിഡന്റിനെ ആർക്കും കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഖാർഗെയും കണ്ട ആൾ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ബാക്കിയുള്ളവർക്ക് 4-ാം തീയതിക്ക് ശേഷം അറിയാനേ താല്പര്യമുള്ളൂ. തർക്കത്തിൽ പ്രതികരിക്കാതെ വി ഡി സതീശൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളെ പരിഹസിച്ച മന്ത്രി വി ശിവൻകുട്ടി. ഫലം അറിയുന്നതിന് മുൻപ് കോൺഗ്രസിൽ കൂട്ടയടി. ഇനി ഉണ്ടാവുക മാരത്തോൺ അടി. നേതാക്കൾ ചുമ്മാ ഡൽഹിയിലേക്ക് പോയി കേരള ഹൗസിൽ കിടന്നുറങ്ങുന്നുവെന്നും വി ശിവൻകുട്ടി. ഈ തെരഞ്ഞെടുപ്പിന് ഈ കടമ്പകൾ കടന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ട ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടയടിയാണെങ്കിൽ ഇത് മിക്കവാറും പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത് മാരത്തോൺ അടിയായിരിക്കും. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് ക്രമക്കേട് ആരോപണത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചവർക്കെതിരെ CPIM നടപടി. AKG ഭവൻ ബ്രാഞ്ച് അംഗം ടി പുരുഷോത്തമനെ പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്ന് CPIM. നടപടി പുരുഷോത്തമന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ. നിതിൻ രാജിന്റെ മരണത്തിൽ അധ്യാപകരെ വെള്ളപൂശി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ്. മരണത്തിലേക്ക് നയിച്ചത് ലോൺ ആപ്പ് ഭീഷണി എന്ന് വിശദീകരണക്കുറിപ്പ്. അധ്യാപകർ ജാതി അധിക്ഷേപം നടത്തിയില്ല. നിതിൻ ജീവനൊടുക്കിയത് അധ്യാപിക പരാതി നൽകാൻ തീരുമാനിച്ചതിന് പിന്നാലെയെന്നും മെഡിക്കൽ ഡയറക്ടർ. പ്രിൻസിപ്പലിന്റെ റൂമിൽ നിതിനെ ചോദ്യം ചെയ്യുന്ന പുതിയ ദൃശ്യങ്ങൾ പുറത്ത്. അഞ്ചരക്കണ്ടി കോളേജിന്റെ വാദങ്ങളെല്ലാം തള്ളി നിതിൻ രാജിന്റെ കുടുംബം. മരണകാരണം ലോൺ ആപ്പിലേക്ക് ഒതുക്കുന്നത് ഡോക്ടർ റാം അടക്കമുള്ളവരെ രക്ഷിക്കാൻ. ജാതി അധിക്ഷേപം നടന്നതായി സഹപാഠികൾ സ്ഥിരീകരിച്ചു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല. തന്റെ പേരിലാണ് ലോൺ എടുത്തതെന്ന മാനേജ്മെന്റ് വാദം നിഷേധിച്ച് സഹോദരി ഭർത്താവ് അശോക് കുമാർ. എനിക്ക് തരാനായിട്ടാണ് അവൻ എടുക്കുന്നതെന്ന് നിതിൻ രാജ് എന്നോട് പറഞ്ഞിട്ടുമില്ല, കുക്കു എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ സഹോദരിമാരും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല. അവർ ലോൺ ആപ്പിൽ തീർക്കാൻ നോക്കുന്നത് അത് ശരിയായ രീതിയല്ല. പോലീസിൻ്റെ അന്വേഷണത്തിലും എനിക്ക് തൃപ്തിയില്ല. വടകരയിൽ 25-കാരന്റെ തിരോധാനത്തിന് പിന്നിൽ ലോൺ ആപ്പ് ഭീഷണി എന്ന ആരോപണം ശരിവെക്കുന്ന തെളിവുകൾ പുറത്ത്. ലോൺ ആപ്പ് ഭീഷണിയെക്കുറിച്ച് സഹോദരൻ അയച്ച സന്ദേശങ്ങൾ ന്യൂസ് മലയാളത്തിന്. തന്റെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചെന്നും വിഷ്ണുവിന്റെ ചാറ്റ്. യുവാവിനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരാഴ്ച. തിരുവനന്തപുരം വാഹനാപകട കേസിൽ നടൻ മണിയൻപിള്ള രാജുവിന് ആശ്വാസം. അപകട സമയത്ത് മദ്യപിച്ചിട്ടില്ലെന്ന് മെഡിക്കൽ റിപ്പോർട്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചെന്ന കുറ്റം ഒഴിവാക്കി പോലീസ്. സത്യം തെളിഞ്ഞതിൽ സന്തോഷമെന്ന് മണിയൻപിള്ള രാജു. സമൂഹമാധ്യമങ്ങളിലെ പ്രചാരണം വേദനിപ്പിച്ചെന്നും നടൻ. ഭയങ്കര ആശ്വാസം. കാര്യം ഒരു കഷ്ടകാല സമയത്തൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. അതായത് തെറ്റുകാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടു. പക്ഷെ അന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഭയങ്കര ടെൻഷനായിരുന്നു. ഉച്ചയ്ക്ക് CCTV വന്നതോടുകൂടിയാണ് ഞാൻ തെറ്റുകാരനല്ലെന്ന് മനസ്സിലായത്. വനിതാ സംവരണ ബിൽ ആയുധമാക്കി ബംഗാളിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വനിതകളെ വഞ്ചിച്ച തൃണമൂലിനെ ജനം ശിക്ഷിക്കും. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള പ്രസിഡന്റിനെ മമത അപമാനിച്ചു. BJPയുടെ ലക്ഷ്യം സ്ത്രീ ശാക്തീകരണമെന്നും നരേന്ദ്രമോദി.
മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് എതിരായ പോരാട്ടം തുടരാൻ ഇന്ത്യ സഖ്യം. ജ്ഞാനേഷ് കുമാറിനെതിരെ വീണ്ടും ഇംപീച്ച്മെന്റ് പ്രമേയത്തിന് നീക്കം. തെരഞ്ഞെടുപ്പ് അട്ടിമറി അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് കൂടുതൽ എംപിമാരുടെ ഒപ്പ് ശേഖരിക്കും. വാൽപ്പാറ വാഹനാപകട ദുരന്തത്തിൽ അധ്യാപകരെ നഷ്ടമായ മലപ്പുറം പാങ് LP സ്കൂളിന് സർക്കാരിന്റെ കൈത്താങ്ങ്. 3 അധ്യാപകർ മാത്രം ശേഷിക്കുന്ന സ്കൂളിനായി അടിയന്തര നടപടി. സ്കൂളിന്റെ താൽക്കാലിക ചുമതല അധ്യാപകനായ അഹമ്മദ് കുട്ടിക്ക്. അധ്യാപകരെ ഉടൻ നിയമിക്കും. സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുൻപ് വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ്. ഈ UPS പാങ്ങിലെ പ്രധാന അധ്യാപകൻ ശ്രീ അഹമ്മദ് കുട്ടിക്ക് GLPSന്റെ താൽക്കാലിക ചുമതല കൂടി നൽകും. ആവശ്യമായ അധ്യാപകരെ അടിയന്തരമായി താൽക്കാലികമായി നിയമിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. തൃശൂർ കൊടകരയിൽ 8 വയസ്സുകാരൻ മരിച്ചതിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. മരിച്ചത് കാവുങ്ങൽ സ്വദേശി സിൽജോയുടെ മകൻ ആൽജോ. സഹോദരൻ അനോഷും അവശനിലയിൽ. കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നുവെന്ന് ബന്ധുക്കൾ. കിടപ്പുമുറിയിൽ നിന്ന് പാമ്പിനെ കണ്ടെത്തി. KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുലിനെതിരായ ലൈംഗിക അതിക്രമ പരാതിയിൽ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് യുവതിയുടെ പരാതി. സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും ആരോപണം. കൊച്ചിയിലെ വൈറ്റ് കോളർ ലഹരി കേസിൽ നിർണായക കണ്ടെത്തൽ. കെവിൻ ലഹരി വിൽപ്പന നടത്തിയത് മാധ്യമപ്രവർത്തകൻ എന്ന വ്യാജേന. ഇന്ത്യൻ പ്രസ് യൂണിയന്റെ ജില്ലാ റിപ്പോർട്ടർ എന്ന ID കാർഡ് കണ്ടെടുത്തു. ലഹരിക്കടത്തിന് ഉപയോഗിച്ചത് യുവതികളെ. ഇരയാക്കിയത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത്. കഴിഞ്ഞ വർഷം കെവിൻ നടത്തിയത് 22 ലക്ഷം രൂപയുടെ ഇടപാടുകളെന്നും പോലീസ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ED അന്വേഷണം ഇഴയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ മുഖ്യപ്രതികളെ ഇതുവരെ ചോദ്യം ചെയ്തില്ല. ജയിൽ മോചിതനായി 1.5 മാസം കഴിഞ്ഞിട്ടും A പത്മകുമാറിനെ വിളിപ്പിക്കാതെ അന്വേഷണ സംഘം. അന്വേഷണ ചുമതലയുള്ള അഡീഷണൽ ഡയറക്ടർക്ക് അലഹാബാദിലേക്ക് സ്ഥലം മാറ്റം. ഗവർണറുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിവാദ സർക്കുലർ പിൻവലിച്ച് ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. സർക്കുലറിൽ നൽകിയിരുന്നത് ഗവർണർ ഇറങ്ങുന്നതുവരെ ആരും ഹാൾ വിട്ടു പോകരുത്, അനാവശ്യ ചലനങ്ങൾ ഒഴിവാക്കണം എന്നീ കർശന നിർദ്ദേശങ്ങൾ. ഗവർണർ സർവകലാശാലയിൽ എത്തുന്നത് അടുത്ത ചൊവ്വാഴ്ച. പാചകവാതക പ്രതിസന്ധിക്കിടെ കൊല്ലം ചിതറയിൽ ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ച അങ്കണവാടി ജീവനക്കാരി. അങ്കണവാടിയിലെ നിറച്ച സിലിണ്ടർ വീട്ടിലേക്ക് മാറ്റി കാലി സിലിണ്ടർ തിരികെ വെച്ചു. നടപടിയെടുക്കുമെന്ന് ശിശുക്ഷേമ സമിതി. മലക്കപ്പാറയിൽ വീണ്ടും മനുഷ്യജീവനെടുത്ത് പുലി. 75-കാരിയെ കടിച്ചുകൊന്നു. കൊല്ലപ്പെട്ടത് ഷോളയാർ ഡാം സ്വദേശി ഇസമ്മ. വീടിന് സമീപം കണ്ടെത്തിയ മൃതദേഹം പുലി ഭക്ഷിച്ച നിലയിൽ. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ നഴ്സിനെ ആക്രമിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ്. 10 ഏക്കർ സ്വദേശി വിഷ്ണുവിനെതിരെ കേസെടുത്തത് ആരോഗ്യ സംരക്ഷണ നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. താൽക്കാലിക ജീവനക്കാരന് മർദ്ദനമേറ്റത് കഴിഞ്ഞ വ്യാഴാഴ്ച. പോലീസ് നടപടി പ്രതിഷേധം കനത്തതോടെ. കൊടുംചൂടിൽ വലഞ്ഞ് കേരളത്തിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. താപനില ഉയർന്നതോടെ തീരക്കടലിലേക്ക് മീനുകൾ എത്താത്തത് പ്രതിസന്ധി. മത്സ്യബന്ധന ബോട്ടുകൾ കരയിലേക്ക് തിരിച്ചെത്തുന്നത് കാലിയായി. മണ്ണെണ്ണ വില വർധനവും തിരിച്ചടി. വിലക്കുറവും എല്ലാം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലോട്ടാണ് വരുന്നത്. ഈ തൊഴിലാളിക്ക് വല്ലതും 10, 200, 300 രൂപ കിട്ടും. ബാക്കി മണ്ണെണ്ണക്ക് പെട്രോളിന് കൊടുക്കണം. മണ്ണെണ്ണ വില ഭയങ്കര വിലയാണ്. 120 രൂപയാണ് ഒരു ലിറ്ററിന്. ആലപ്പുഴയിൽ ഓട്ടോ ടാക്സി വൈദ്യുതി പോസ്റ്റിലിടിച്ച് 22-കാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പുന്നപ്ര സ്വദേശി സ്വാതി. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ചേപ്പലക്കോട് സ്വദേശി ബെന്നി മരിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ നിയന്ത്രണം വിട്ട കാർ 2 ബസ്സുകളിൽ ഇടിച്ച് അപകടം. പ്രധാനമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസ്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തത് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് അനിൽ അക്കരയുടെ പരാതി. കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ദൂരദർശനെ ദുരുപയോഗം ചെയ്തെന്നും ആക്ഷേപം. മോദിയുടെ പ്രസ്താവന നാടകമെന്ന് തൃണമൂൽ കോൺഗ്രസ്.
മലേഷ്യയിൽ നൂറുകണക്കിന് വീടുകളെ വിഴുങ്ങി വൻ തീപിടുത്തം. സബായിൽ 200 ഫ്ലോട്ടിംഗ് വീടുകൾ കത്തിയമർന്നു. തീപിടിച്ചത് തടിയിൽ തീർത്ത കുടിലുകൾക്ക്. 500ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഹോർമുസ് കടക്കുന്ന കപ്പലുകളെ ആക്രമിക്കുന്ന ആവർത്തിച്ച് ഇറാൻ. അമേരിക്കയുടെ ഉപരോധം, വെടിനിർത്തൽ കരാർ ലംഘനം. ഡൊണാൾഡ് ട്രംപ് അയഞ്ഞില്ലെങ്കിൽ സംഘർഷം രൂക്ഷമാകുമെന്നും ഇറാൻ പാർലമെന്റ് സ്പീക്കർ. ഏകാധിപതി പരാമർശം ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിട്ടല്ലെന്ന് ലിയോ 14 മാർപ്പാപ്പ. പരാമർശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു. ട്രംപുമായി വാഗ്വാദത്തിനില്ല. യുദ്ധമല്ല, സമാധാനമാണ് വേണ്ടതെന്നും ലിയോ 14. യുക്രൈനിലെ സൂപ്പർ മാർക്കറ്റിലുണ്ടായ വെടിവയ്പിൽ 6 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേരെ ബന്ദിയാക്കിയ അക്രമിയെ സുരക്ഷാസേന വെടിവെച്ചു കൊന്നു. പ്രതി റഷ്യൻ പൗരനെന്ന് സൂചന. അപലപിച്ച് വ്ളാദിമിർ സെലൻസ്കി. IPL-ൽ ആദ്യ ജയം തേടി കൊൽക്കത്ത ഇന്ന് രാജസ്ഥാനെതിരെ. മത്സരം വൈകിട്ട് 3:30 ഈഡൻ ഗാർഡൻസിൽ. പഞ്ചാബിന് ഇന്ന് ലക്നൗ എതിരാളികൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. ലീഗിൽ മുന്നിലുള്ള ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും. മത്സരം രാത്രി 9-ന് ഇത്തിഹാദിൽ. കോപ്പ ഡെൽ റേയിൽ അത്ലറ്റിക്കോയെ വീഴ്ത്തി സോസിഡാഡ് ചാമ്പ്യന്മാർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ബഹിഷ്കരിക്കുന്ന ആരാധക നിലപാടിനെതിരെ മുൻതാരം CK വിനീത്. ആരാധകർ പ്രതിഷേധം അറിയിക്കേണ്ടത് ഗ്യാലറിയിൽ ബാനർ ഉയർത്തിയാകണമെന്ന് വിനീത്. കളി കാണാൻ വരാതിരിക്കുന്നത് ശരിയായ നിലപാടല്ല. കാണികൾ പോലും വിചാരിക്കുന്നത് ജയിക്കണമെന്നുള്ളത് തന്നെയാണ്. മുന്നേറ്റ മാച്ചുകളെ അപേക്ഷിച്ചിട്ട് ഇപ്പോഴുള്ള 4-5 മാച്ചുകൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആഷ്ലി വന്നതിന് ശേഷം ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് മെല്ലെ ആകുമ്പോഴേക്കും നമുക്ക് ടേബിളിൽ മുന്നോട്ടേക്ക് വരാൻ പറ്റുമെന്നുള്ളത്. പുതിയ പരിശീലകന് കീഴിൽ ബ്ലാസ്റ്റേഴ്സ് മെച്ചപ്പെട്ടെന്നും CK വിനീത്.